ആയുർജാക്ക് ഫാമിൽ വന്ന രണ്ട് പ്രധാന അതിഥികൾ ഉണ്ട്. ഇവരുടെ കൂടെ വന്നൊരു സുഭാഷ് അവറുകളുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് എത്തിയിട്ടില്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഇവർ വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നും ഇവരുടെ പേരും അഡ്രസ്സും ആയുർജാക്ക് ഫാമിനെ കുറിച്ച് രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ബിജു കരിയംപള്ളി. ഞാൻ ഓസ്ട്രേലിയയിലെ വിയന്നയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൃഷി ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. അത് ഇതുപോലെ പ്ലാവ്, മാവ്, മറ്റുള്ള തൈകൾ, റംബുട്ടാനെ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്ന് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഞാൻ കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു നേഴ്സറി ആയിട്ടാണ് വർഗീസ് തരകൻ്റെ നേഴ്സറി എനിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ സ്റ്റഡി ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം, ഞാൻ ആലപ്പിയാണ്, കുട്ടനാട് കാവാലമാണ്. അവിടെ നിന്ന് ഒരു 5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഈ നേഴ്സറിയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ നേഴ്സറിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കും എന്തെങ്കിലുമൊക്കെ കാർഷിക മേഖല ചെയ്യണമെന്ന്, കൂടുതലായിട്ട് ചെയ്യണമെന്ന് വലിയൊരു താല്പര്യം ഉണ്ടാവുകയും ഇനിയും ഇവിടെ വന്ന് കൂടുതൽ വൃക്ഷത്തൈകൾ കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളും വളരെ വിജയകരമായിരിക്കാൻ പ്രത്യേകം നന്മകൾ നേരുന്നു. താങ്ക് യു. അദ്ദേഹം ഒന്ന് പേര് പറയണം. എൻ്റെ സുനിൽ തുരുത്തി, ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. എല്ലാവരും സാധിക്കുന്നിടത്തോളം ഈ ഫാം വന്ന് കാണുകയും സന്ദർശിക്കുകയും പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് അവനവരുടെ ചുറ്റുപാടിനനുസരിച്ചുള്ള പല തൈകളും, ഫലവൃക്ഷ തൈകളും, എല്ലാ തെങ്ങിൻ തൈകളും ഉൾപ്പെടെയുള്ള പല തൈകളുണ്ട്. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി അവനവൻ്റെ പുരയിടത്തിൽ വെച്ചാൽ വളരെ നന്നായിരിക്കും. വളരെ മാതൃകാപരമായ നഴ്സറിയാണ്, വളരെ പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഒരു നഴ്സറി. കേരളത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 എന്നാണ് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാവിധ നന്മകളും വർഗീസ് തരകന് നേരുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് കൂട്ടത്തിലെ ഈ നേഴ്സറിയെ കുറിച്ച്, നമുക്ക് തോട്ടപ്പുറത്താണ്, നേഴ്സറിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും തൈകൾ നിൽക്കുന്ന രീതിയും ഒന്ന് വീക്ഷിക്കാം. ഇതാണ് ഞങ്ങളുടെ ആയുർജാക്ക് ഫാമിൻ്റെ നേഴ്സറിയുടെ ഒരു സെക്ഷൻ. ഇത് കണ്ടിട്ടാണ്, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ അതെ, ഞങ്ങളുടെ നേഴ്സറി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു സംവിധാനം മുഴുവൻ നമുക്ക് വീക്ഷിക്കാം. ഇത്രയും മനോഹരമായിട്ടാണ് ഇവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി. ഓരോ സെക്ഷനും ഇത്ര മനോഹരമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാം വീക്ഷിക്കുക. വീക്ഷിച്ചിട്ട് വരുമ്പോൾ ഓരോ തൈകളെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓരോ തൈകളുടെയും പ്രത്യേകതകൾ, അതിൻ്റെ പച്ചപ്പ്, അതിൻ്റെ കരുത്ത് എല്ലാം നിങ്ങൾക്ക് വീക്ഷിച്ച് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വേണം ഇവിടുന്ന് തൈകൾ കൊണ്ടുപോകാൻ. ഇവിടെ ഓരോ തൈകളും ഈ വിത്ത് മുതൽ വിപണി വരെ എന്നുള്ള ഒരു സംവിധാനം, ഓരോ തൈകളും ഇവിടെ തയ്യാറാക്കുന്ന രീതി ആണ്. ചക്കക്കുരു പാവി മുളപ്പിച്ച തൈകൾ കവറിലാക്കുന്ന രീതിയാണ്. അതിൻ്റെ മിക്സിങ് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ചെയ്യുന്നത് ഇവർ നോക്കി കാണുകയാണ്. നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഈ തോട്ടത്തിൻ്റെ ആയുർജാക്ക് ഫാമിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ നല്ല മണ്ണ്, അതിനുവേണ്ടി ഒരു ഇത് കണ്ട, ഓരോ ഇരിക്കുന്ന രീതി കണ്ട, എത്രയോ മനോഹരമായിട്ടാണ് നമ്മൾ തയ്യാറാക്കി നോക്കുന്നത്. അപ്പോൾ എന്തായാലും ആയുർജാക്ക് ഫാമിലേക്ക് വന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി. ചേട്ടാ ഒരു ബൈ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.